ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥതേടി നമ്മുടെ ജീവിതത്തിന് വേണ്ടിയും നമുക്കുള്ള എല്ലാത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുവയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ അനേകമായിരം ആളുകൾ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയെന്ന് മെസ്സേജുകൾ ചെയ്യാറുണ്ട്. അവർ ജീവിതത്തിൽ നല്ല ദിശാബോധം കിട്ടിയെന്ന് അവർ പറയാറുണ്ട്. അവർ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു ദേശത്തേക്ക്, അവർ ആഗ്രഹിച്ചിരുന്ന നല്ലൊരു പഠന മേഖല അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയെന്ന് അവർ പറഞ്ഞാറുണ്ട്. ചില ആളുകൾ പറഞ്ഞു അവരുടെ ജീവിതത്തിന് ഉന്നതമായ വിജയം തന്ന് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങളുണ്ട്. കുറേ ആൾക്കാർ നഷ്ടപ്പെട്ടു പോയ ഇടങ്ങളുണ്ട്. അവരുടെ വീടുകൾ, അവരുടെ സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സ്നേഹബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോയ അവരുടെ സാധനങ്ങൾ, ആഭരണങ്ങൾ, ആധാരങ്ങൾ, അങ്ങനെ കുറേ സ്ഥാനമാനങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞു, അച്ഛാ എനിക്ക് നഷ്ടപ്പെട്ടു പോയ ചില അവസരങ്ങളുണ്ട്, ആ അവസരങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നഷ്ടപ്പെട്ടു പോയ ചില അവസരങ്ങളിൽ നമ്മൾ അനുഭവിച്ചൊരു അന്ന് എനിക്ക് ആ കാര്യം പറയായിരുന്നു, അന്ന് ആ കാര്യത്തിന് എനിക്ക് അപ്ലൈ ചെയ്യായിരുന്നു, അന്ന് ആ കാര്യം എനിക്ക് നേടിയെടുക്കാമായിരുന്നു. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്നാൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ നഷ്ടങ്ങളെല്ലാം ദൈവം നമുക്കൊരു നേട്ടങ്ങളാക്കി മാറ്റിത്തരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. 15-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രത്യേകമായി നല്ല ദിശാബോധം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. മക്കളുടെ നല്ല പഠനത്തിന് വേണ്ടി, സ്വന്തം വ്യക്തിപരമായ പഠനത്തിന് വേണ്ടി, നല്ല രാജ്യങ്ങൾ, നല്ല ദേശങ്ങൾ, നല്ല കോളേജുകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആഴ്ച പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ആളുകളെയും സമർപ്പിച്ച് പറഞ്ഞു. ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാൻ വേണ്ടി ആയിരിക്കുന്ന എല്ലാ ആൾക്കാരെയും സമർപ്പിച്ചവർ. ദൈവമായ കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദൈവമായ കർത്താവിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നിങ്ങൾ വിഷമിക്കുന്ന പ്രതിസന്ധിയിലൊന്നും കടന്നു പോകാതെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യം. ചില ആളുകൾ അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഏജൻസിക്ക് അവരുടെ ചില വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ്, രേഖകളൊക്കെ കൊടുത്തു, അത് അയാളുടെ കയ്യിലാണ്. അത് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന രേഖകൾ വെച്ച് ലോണുകൾ എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് വെച്ച്, മറ്റ് വീടിൻ്റെ ആധാരങ്ങൾ വെച്ച്, വണ്ടിയുടെ RC വെച്ചിട്ട് തുടങ്ങിയ കുറേ കടങ്ങൾ വാങ്ങിക്കൂട്ടും. അതൊന്നും തിരിച്ചടയ്ക്കാൻ പറ്റാതെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ രേഖകൾ കിട്ടിയിട്ട് വേണം അവരുടെ ജീവിതത്തിൽ വീണ്ടും അവർക്ക് പണിതുയർത്തുവാൻ വേണ്ടി. അങ്ങനെയുള്ള ആളുകളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചില ആളുകളുടെ സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയി പല കാര്യങ്ങൾ കൊണ്ട്. ആ സർട്ടിഫിക്കറ്റുകളെല്ലാം വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിനൊരു ക്രമീകരണം നടത്തി നിങ്ങൾക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
തെറ്റിദ്ധാരണകൾ കൊണ്ട് കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയ മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള നിയോഗങ്ങൾ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് അവർ മരണത്തിന് മുമ്പ് സ്നേഹത്തോടെ തന്ന ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങൾക്കത് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നല്ല ദിശാബോധത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന യുവതിയുവാക്കളുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്. അവരെ സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നല്ല ദിശാബോധം തന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നല്ല സ്ഥാനങ്ങളുണ്ടാവാം, ആളുകളുണ്ടാവാം, വസ്തുക്കളുണ്ടാവാം. അതെല്ലാം അതിനുള്ള ക്രമീകരണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവേകവും ദൈവസ്നേഹവും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നല്ല ബന്ധങ്ങൾ തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ എല്ലാ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരെ, ഇൻ്റർവ്യൂവിന് പോകുന്ന ആൾക്കാരെ, പുതിയ ജോലികൾക്ക് ജോയിൻ ചെയ്യുന്ന ആൾക്കാരെ, പുതിയ ബിസിനസ് തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആൾക്കാരെ, പുതിയ യാത്രകൾ പോകുന്ന ആൾക്കാരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചൊരിയട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ആൾക്കാരുടെ അവരെല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഓർക്കുന്നു. അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അവരെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്ത് PR കിട്ടുവാൻ വേണ്ടി, മറ്റ് കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഓർക്കുകയാണ്. ദൈവമായ കർത്താവ് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയട്ടെ. ഈ വിശുദ്ധൻ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രത്യേകമായി യാചിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ദിവസങ്ങളിൽ ജന്മദിനം ആഘോഷിക്കുന്ന, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ ചൊരിയട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശുദ്ധ അന്തോണീസിനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക് എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും അതനുസരിച്ച് നല്ല പഠന മേഖല തിരിച്ചറിയുവാനും, നല്ല കോളേജുകൾ, നല്ല കോഴ്സുകൾ, നല്ല രാജ്യങ്ങൾ, നല്ല ബന്ധങ്ങൾ, നല്ല സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുന്നതിനും എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്നും അങ്ങേ മാധ്യസ്ഥം വഴി എനിക്ക് നേടിത്തരണമേ. ഈ നിയോഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തിത്തരണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിലകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് സഹായിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രിയും നിങ്ങൾക്ക് നേരുകയാണ്. കണ്ണുകളെ കണ്ണുനീരിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്ന് ദൈവം സംരക്ഷിക്കട്ടെ. ദൈവം നമ്മളെ ഓരോരുത്തരെയും പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ് നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.